ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി സെക്രട്ടറിയെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിക്കുകയാണ്. ഇവിടെ തെരുവുനായയുടെ മുഖം മൂടി ധരിച്ചാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളും പ്രവർത്തകരും ഈ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിക്കുന്ന ഈ പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോൾ ഇവിടെ നമുക്കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള CV സതീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം? ഞങ്ങൾ കാലങ്ങളായിട്ട് പാലക്കാട് നഗരസഭയിൽ ഈ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്ന ഒരു തീരുമാനവും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഈ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന പരിഗണനയല്ല നായ്ക്കൾക്ക് കൊടുക്കുന്നത്. ഇവർ നായ്ക്കളെ സംരക്ഷിക്കാനും മനുഷ്യന്മാരെ ഉപദ്രവിച്ചോട്ടെ എന്നുള്ള സമീപനമാണ് പാലക്കാട് നഗരസഭ സ്വീകരിക്കുന്നത്. പാലക്കാട് നഗരസഭ ഭരിക്കുന്ന നികൃഷ്ടജീവികൾ ഇനിയെങ്കിലും പാഠം പഠിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ സമരം സത്യത്തിൽ ഈ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈ മെയ് 19 സുപ്രീം കോടതി വിധിയുണ്ട്. തെരുവുനായ്ക്കളെ ദയാവധം ചെയ്യാന്നുള്ളത്, പേവിഷബാധ ഏറ്റ അല്ലെങ്കിൽ കിടപ്പിലായ തെരുവുനായ്ക്കളെ ദയാവധം ചെയ്യാനുള്ള അധികാരം നിലനിൽക്കെ നഗരസഭ ഈ സമയം വരെ ഒരു അനുകൂല തീരുമാനം പാലക്കാട് നഗരസഭ എടുത്തിട്ടില്ല. അതിനെതിരെയാണ് ഞങ്ങളുടെ അന്നത്തെ സമരം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരം സെക്രട്ടറിയും ചെയർമാനും ഉൾപ്പെടെയുള്ളവരെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഞങ്ങൾ സ്തംഭിപ്പിക്കുന്നൊരു സമരമായിരിക്കും ഞങ്ങൾ. നാട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. തീർച്ചയായും സ്കൂൾ കുട്ടികൾ, ബസ് സ്റ്റോപ്പ്, സാധാരണക്കാർ, വയസ്സായവർ എല്ലാവരും, ബസ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ തെരുവുനായ ആക്രമണത്തിന് ചികിത്സ നേടിയിട്ടും അപകടം പിടിച്ചിട്ടും കിടക്കുകയാണ്. അപ്പോൾ നഗരസഭാ ഓഫീസ് സ്റ്റെയർ കേസിനടിയിൽ തെരുവുനായ കാണാം. ഞങ്ങൾ കയറി വരുമ്പോൾ കണ്ടാണ്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. നാളെ പത്രത്തിലടക്കം വരും. ഇവിടെ കോൺഗ്രസിന് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ അതുപോലെ വ്യാപാരികളെല്ലാം ചേരുന്നുണ്ട്. എല്ലാവർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സെക്രട്ടറി ഉറപ്പ് വന്നിരിക്കുന്നത് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇതിൽ പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റി പാലക്കാട് നഗരത്തിലെ കംപ്ലീറ്റ് നായകളെയും കൊണ്ട് നഗരസഭാ വളപ്പിൽ വന്ന് കെട്ടും. അതിനൊരു പരിഹാരം കാണേണ്ടി വരും. അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ ആകെ ഈ തെരുവുനായ ശല്യം വലിയ രീതിയിൽ ബുദ്ധിമുട്ടായി. ഉറപ്പല്ലേ, ഈ നഗരസഭനെ പുറത്ത് പോയി നോക്കിയാൽ അറിയാം. ഈ നഗരസഭനകത്ത് കടക്കണമെങ്കിൽ തെരുവുനായിക്കാളാണ് ഏറ്റവും കൂടുതലുള്ളത്. പാലക്കാട് നഗരസഭാ സെക്രട്ടറി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ ഈ ഉപരോധവുമായി വന്നിട്ടുള്ളത് വളരെ ന്യായമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഈ തെരുവുനായ ശല്യം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് പാലക്കാട് നഗരത്തിൽ. എന്താണ് മുനിസിപ്പാലിറ്റി ഇത്തരത്തിൽ മാലിന്യങ്ങളെല്ലാം നിക്ഷേപിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്താണ് ഇതിലൊരു നടപടി സ്വീകരിക്കാൻ കഴിയുക? മുനിസിപ്പാലിറ്റി മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമായി ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ചിലപ്പോൾ ആൾക്കാരങ്ങനെ വലിച്ചെറിയുന്നുണ്ടായിരിക്കാം. അതിനൊരു ഞങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്, നടപടി എടുക്കുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ആൾക്കാരും കൂടെ സഹകരിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഈ ഭീതിയില്ലാതെ ആൾക്കാർക്ക് വഴിയിലിറങ്ങാൻ പറ്റുന്ന വിധത്തിൽ തെരുവ് നായ്ക്കളുടെ ഈ അതിപ്രസരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നമുക്കിതുവരെ അത് സാധിക്കുമായിരുന്നില്ല. ഇനിയിപ്പോൾ ആഫ്റ്റർ ദ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫ്രം ഗവൺമെൻറ് നമുക്കത് പറ്റും. ആ പറ്റാവുന്ന വിധത്തിലെല്ലാം മാക്സിമം മുനിസിപ്പാലിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ഞാനും ഉറപ്പ് തരുന്നു. ഇവിടെ ഉപരോധിക്കാൻ വേണ്ടി എത്തിയ കോൺഗ്രസ്സുകാരോട് സംസാരിക്കുമ്പോൾ പറയുന്നു, ചില നാട്ടുകാർ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, അതും ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതൊന്നും ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു കൂടി നോക്കണം. എല്ലാവരുടെയും കൂടി സഹകരണത്തോടു കൂടി അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും നോക്കണം. ഫീഡ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടാവുന്നുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഈ വിഷയത്തിലെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഏതായാലും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ തെരുവുനായ ശല്യം ചെറുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വേണമെന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയും പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളും അതിന് ഫുൾ സപ്പോർട്ട് തന്നെയാണ്. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് വൻ വീഴ്ചയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ABC പദ്ധതി നടപ്പിലാക്കിയതിൽ 11 ലക്ഷം രൂപയോളം കുടിശ്ശികയാണ് മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്തിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അത് കാര്യക്ഷമമായി നടക്കുന്നില്ല. പിന്നെ മാഡം മാലിന്യത്തിൻ്റെ കാര്യം പറഞ്ഞു. മാലിന്യ സംസ്കരണം വൻ പരാജയമാണ് മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നത്. അതിൻ്റെ ഒരു കുത്തൊഴുക്കാണ് ഈ നായകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത്. വേണ്ട രീതിയിൽ മാലിന്യങ്ങൾ വേർതിരിച്ചെടുത്തുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് നായകൾ പെറ്റു വളരുകയും അത് സമൂഹത്തിന് തന്നെ വലിയ അപകടമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. മുനിസിപ്പാലിറ്റി വൻ പരാജയം തന്നെയാണ് മാലിന്യ സംസ്കരണത്തിലും തെരുവുനായ ശല്യത്തിലും സ്വീകരിക്കുന്നത്. താത്കാലികമായി ഉപരോധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവർ കർശനമായി നടപടിയെടുക്കാം. ഒരാഴ്ചക്കുള്ളിൽ കർശനമായ നടപടിയെടുത്ത് വേണ്ടി ചെയ്യാമെന്ന ഉറപ്പിന്മേലാണ് അവർക്ക് തെരുവുനായയുടെ മുഖംമൂടിയെല്ലാം സമ്മാനമായി നൽകിക്കൊണ്ട് ഞങ്ങൾ ഉപരോധം അവസാനിപ്പിച്ചിട്ടുള്ളത്. തുടർന്നും ഘട്ടം ഘട്ടമായി വലിയ തരത്തിലുള്ള സമരങ്ങളിലേക്ക് തീർച്ചയായും മുന്നോട്ട് പോകും. അതായത് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ പ്രതിഷേധം മുന്നോട്ട് പോകുന്നതാണ്. തെരുവുനായയെ പിടികൂടി സെക്രട്ടറിയുടെയും ചെയർമാന്റെയും മുൻപിൽ വെച്ചുകൊണ്ടുള്ള സമരം ഞങ്ങൾ നടത്തും. ഇനി എത്രയും പെട്ടെന്ന് നടപടി എടുത്തില്ലെങ്കിൽ തീരുമാനം എടുക്കുക എന്നുള്ള ഒരു ഉറപ്പിന്മേലെയാണ് ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകുന്നത്. അതിന് ഞങ്ങളൊരു സമയം കാണും. ആ സമയം കഴിഞ്ഞാൽ ഇനി വരുന്നത് മുഖമൂടി ആയിട്ടായിരിക്കില്ല, ഒറിജിനൽ നായ്ക്കളായിട്ടായിരിക്കും ഈ നഗരസഭ കയറുക. കാരണം ഇപ്പോൾ അല്ലാതെ തന്നെ ഈ നായ്ക്കൾ ഈ നഗരസഭയുടെ അടിയിലുണ്ട്. ഇനി ഞങ്ങൾ സമരത്തിൻ്റെ ഒരു വേറിട്ട രീതിയിൽ നായ്ക്കളായിട്ട് വരും.
ഇതിലേക്കുള്ളൊരു അവസ്ഥ വരുത്തരുതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ BJP നായ്ക്കളെ കൗൺസിലുകൾ കൊണ്ടുവന്ന ചരിത്രമൊക്കെ പാലക്കാടുണ്ട്. അതുപോലുള്ളൊരു താഴ്മയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോകരുതെന്നുള്ളതാണ് ഞങ്ങൾ നായിനെ കൊണ്ടുവരാത്തത്. ഇനിയും ഒരു ക്രിയാത്മകമായ ഒരു നടപടി സെക്രട്ടറിയുടെ ഭാഗത്തും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും പരസ്പരം വകുപ്പുകൾ തമ്മിൽ പഴിചാരാതെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാനുള്ളൊരു നടപടിക്രമം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ തീർച്ചയായും പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയല്ല, അത് മേൽ കമ്മിറ്റികൾ പോലും ഏറ്റെടുത്തുകൊണ്ട് ഈ സമരത്തിന് ശക്തമായ മാനം നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയം. ഏതായാലും പ്രതിഷേധം തുടരും. എത്രയും പെട്ടെന്ന് ഈ തെരുവുനായ ശല്യ വിഷയത്തിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. നിലവിൽ മുഖംമൂടി ധരിച്ചാണ്, അതായത് ഈ നായ്ക്കളുടെ മുഖംമൂടി ധരിച്ചാണ് അവർ പ്രതിഷേധമായി എത്തിയത്. ആ മുഖംമൂടികളെല്ലാം ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിയുടെ ഈ ടേബിളിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നടപടി സ്വീകരിക്കാമെന്നുള്ളതാണ് സെക്രട്ടറി ഇപ്പോൾ പ്രതിഷേധമായി എത്തിയിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ആ ഉറപ്പ് പാലിച്ചിട്ടില്ലെങ്കിൽ യഥാർത്ഥ ഈ പ്രശ്നമുണ്ടാക്കുന്ന, നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കുന്ന തെരുവ് നായ്ക്കളുമായി നഗരസഭാ ഓഫീസുകളിലേക്ക് വന്ന് പ്രതിഷേധം നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനകൾ അറിയിച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.